ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അനുഭവപ്പെടും. അവിടെ സ്റ്റാച്യു സെക്രട്ടറിൻ്റെ മുന്നിലെ ഭാഗം, പുളിമൂട്, ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ മിക്കവാറും സമരങ്ങളുണ്ടാകും. സെക്രട്ടറിൻ്റെ മുന്നിലാണല്ലോ മിക്ക സമരങ്ങളും അരങ്ങേറുന്നത്. മാത്രമല്ല അതുവഴിയൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ യാത്രയ്ക്ക് തടസ്സം നേരിടും. അതുപോലെ കവടിയാർ ഭാഗത്തേക്കും ഈ കിഴക്കേക്കോട്ട ഭാഗത്തേക്കും ഒക്കെ പോകുന്ന ആളുകൾക്കും, ആശുപത്രിയിൽ പോകുന്ന ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ ജാഥകളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ സെക്രട്ടറി മുന്നിൽ ഒരു സാധാരണ കാഴ്ചയാണ്. ഈ സാഹചര്യത്തിലാണ് ഗവർണർ, നമ്മുടെ സംസ്ഥാന ഗവർണർ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ചായ സൽക്കാരത്തിൽ പറഞ്ഞത് ഡൽഹിയിലെ ജന്തർ മന്ദിർ പോലെയുള്ള മോഡലിൽ തിരുവനന്തപുരത്തും സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്താൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. കാരണം കവടിയാറിലേക്ക് പോയ, ലോക് ഭവനിലേക്ക് പോയ ഒരു ഗസ്റ്റിന് സ്ഥലത്തെത്താൻ കഴിയാതെ പോയ സംഭവം പരാമർശിച്ചാണ് ഗവർണർ ഇക്കാര്യം പറഞ്ഞത്. പല ആളുകളും പറയുന്നുണ്ട് ഡൽഹിയിലൊക്കെ തന്നെ ജന്തർ മന്ദിർ എന്ന് പറയുന്ന സ്ഥലം എക്സ്ക്ലൂസീവായിട്ട് പ്രതിഷേധങ്ങൾക്കും സമര പരിപാടികൾക്കുമായിട്ട് നീക്കി വെച്ചിരിക്കുക. അതേപോലൊരു സ്ഥലം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സമരകാഹളങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറുകയും ചെയ്യാം. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. നല്ലൊരു ഐഡിയ, ആലോചിച്ച് നോക്കാവുന്നതാണ്. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് വാർത്തകൾ ഇന്ന് നമുക്ക് പ്രൈം ടൈമിൽ ഉൾപ്പെടുത്താറുണ്ട്. നമുക്ക് വലിയ ആമുഖങ്ങളില്ലാത്ത വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറുന്നു. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് 24നോട് പറഞ്ഞു. താൻ കോൺഗ്രസ് വിട്ടില്ല, കോൺഗ്രസ് ആണ് തന്നെ വിട്ടതെന്നും കെ.വി. തോമസ് ഓർമ്മിച്ചു. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. 2019 അല്ല, അതിൻ്റേതായ കാരണം 2019 എനിക്ക് സീറ്റ് നിഷേധിക്കുമ്പോൾ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് എനിക്ക് 73 വയസ്സാണ്. എനിക്ക് 73 വയസ്സായി എന്ന് പറഞ്ഞാണ് അവരൊന്ന് ഒരു കാര്യം പറഞ്ഞു. ഇന്ന് 84 വയസ്സും 85 വയസ്സുള്ള ആളുകൾ തയ്യാറായി കളത്തിലേക്ക് ഇറങ്ങുന്നു. ഞാൻ കോൺഗ്രസ് ഇപ്പോഴും വിട്ടിട്ടില്ല, പക്ഷേ കോൺഗ്രസ് ഒരു ലക്ഷ്യബോധമില്ല. LDF മികച്ച ഭൂരിപക്ഷത്തോടെ തുടർഭരണം സാധ്യമാക്കുമെന്നാണ് കെ.വി. തോമസിന്റെ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡല്ല പലപ്പോഴും നിയമസഭയിൽ ഉണ്ടാവുക. പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണെന്നും കെ.വി. തോമസ് പറയുന്നു. മൂന്നാമതും അധികാരത്തിൽ കടന്നത് യാതൊരു സംശയക്കാരുമില്ല. നല്ല ഭൂരിപക്ഷമുണ്ട്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരള വികസനത്തിൽ കാതലായ സംഭാവന ചെയ്ത ഒരു ഗവൺമെൻറ്. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ ആളുകൾ കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണെന്ന് കെ.വി. തോമസ് പരിഹസിക്കുന്നു. ടീം UDF എന്നൊന്നില്ല, 4 പേരും 4 പോസ്റ്റിലേക്കാണ് ഗോൾ അടിച്ചുവിടുന്നതെന്നും കെ.വി. തോമസ് പരിഹസിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നാല് ഗോൾ അടിക്കണം, 4 ഗോൾ പോസ്റ്റിലൊക്കെ അടിക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭൂരിപക്ഷം കിട്ടുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആരാകണം തർക്കം നടക്കുകയല്ലേ. ആ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ചില ആൾ ഇവിടെ തമ്പടിച്ചിരിക്കുക. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. വിഷ്ണു, യഥാർത്ഥത്തിൽ 4 പേരും 4 സ്ഥലത്തേക്ക് ഗോളടിക്കുന്നു എന്ന് തോമസ് മാഷ് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പറയൂ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ്. മുന്നണികളൊക്കെ സീറ്റ് വിഭജനത്തിലേക്കും സീറ്റ് ചർച്ചകളിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്. അതിനിടയിലാണ് കെ.വി. തോമസിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ഒക്കെ അടിയുറച്ച് നിന്ന ആളാണ്. ഈ എറണാകുളം ജില്ലയിൽ നടന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനം വരെ, അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസുമായി തെറ്റിപ്പിരിയുന്നത്. പിന്നീട് അദ്ദേഹം തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണ LDF-നൊപ്പം ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തെ പ്രത്യേക പ്രതിനിധിയായി നമ്മൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതും കണ്ടതാണ്. അദ്ദേഹം വളരെ ക്ലിയറായി പറയുകയാണ്, തുടർഭരണം ഉണ്ടാകും, ഇടതുപക്ഷം ഭരണം ഉറപ്പിക്കും, അതായത് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഭരണം നേടുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ദേശീയപാത വികസനം, അതോടൊപ്പം തന്നെ മെട്രോ റെയിലിന്റെ വികസനം, അങ്ങനെ തുടർ വികസന പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് LDF-ന്റെ തുടർഭരണത്തിന് വഴിവെക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്, UDF-ന്റെ ചില പോരായ്മകൾ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. UDF-ൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ടീം UDF എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും. പക്ഷേ അങ്ങനെ ഒന്നില്ല എന്നാണ്
കെ.വി. തോമസിന്റെ ഭാഷ്യം. അദ്ദേഹം വ്യക്തമാക്കുന്നത് KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ആരാണ് UDF-നെ നയിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നു. 4 പേരും 4 പോസ്റ്റിലേക്ക് ഗോളടിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാനാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഭൂരിപക്ഷം കിട്ടുന്ന കാര്യം പോലും ഉറപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എറണാകുളം ജില്ലയെ കൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. എറണാകുളം ജില്ല UDF-ന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന, കഴിഞ്ഞ സർവേയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ജില്ലയായി UDF ഉയർത്തിപ്പിടിക്കുന്നത് എറണാകുളം ജില്ലയാണ്. പക്ഷേ അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത നിലവിൽ എറണാകുളത്തില്ല എന്ന് മാഷ് പറയുകയാണ്. അതായത് 14 സീറ്റും എന്നുള്ളത് UDF-ന്റെ വ്യാമോഹമാണ്. വളരെ പ്രധാനപ്പെട്ട പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് എറണാകുളം ജില്ലയിലും കേരളത്തിലുടനീളം ഉണ്ടാവും. അങ്ങനെ ഇടതുപക്ഷം വീണ്ടും 3.0 എന്ന പിണറായി വിജയന്റെ ആ സർക്കാർ 3.0 അത് സാധ്യമാകുമെന്നാണ് UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ദീർഘകാലം യാത്ര ചെയ്ത കെ.വി. തോമസിന്റെ പ്രതികരണം. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. മറ്റൊരു വാർത്തയിലേക്ക്. ജമാഅത്ത് ഇസ്ലാമി മാറാട് പരാമർശങ്ങൾ മാപ്പ് പറയില്ലെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ പറഞ്ഞു. തന്നെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമമെന്നും AK ബാലൻ കുറ്റപ്പെടുത്തുന്നു. മാറാട് അങ്ങനെ മറക്കേണ്ട എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രസ്താവന. ഇത് വിവാദമാക്കിയതിനു പിന്നാലെയാണ് ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നാൽ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാൻ മനസ്സില്ലെന്നും ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രതികരണം. അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. LDF അധികാരത്തിൽ വന്നാലേ മതസൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ എന്നാണ് തന്റെ വാദമെന്നും AK ബാലൻ. ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തോട് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ? അതിനെന്നെ കിട്ടൂല, തള്ളൂല. എതിരെഴുന്നു അയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? മാറാട് പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDF-ന്റെ കാലമായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDF-ന്റെ കാലത്തല്ലേ? അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? മതവർഗീയതയ്ക്കെതിരായ വിമർശനങ്ങളെ മതവിമർശനമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമത്തെ CPIM ചെറുത്തു തോൽപ്പിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. മാറാട് കലാപത്തെക്കുറിച്ചുള്ള മുതിർന്ന CPM നേതാവ് AK ബാലന്റെ പരാമർശത്തിന് എതിരെ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നു. പേര് AK ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നതിൽ മൂത്തോനാണെന്ന് ഷാഫി പറമ്പിൽ വിമർശിക്കുന്നു. AK ബാലനെ പോലുള്ള നേതാക്കന്മാർ പേര് ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ. മാറാട് കലാപം ആവർത്തിക്കാതിരിക്കാനാണ് UDF ശ്രമിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് മാറാട് കലാപം. അത് ഓർമ്മിപ്പിച്ച AK ബാലന്റെ പരാമർശം ബാലിശമാണെന്നും KC വേണുഗോപാൽ. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് മാറാട് പോലെയുള്ള കലാപം. അത്തരമൊരു കലാപം പിന്നീട് ആവർത്തിക്കാതിരിക്കാനും വർഗീയത ആളിക്കത്തിക്കുകയല്ല, അതിനെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രത്യയശാസ്ത്രയുടെ മുന്നോട്ട് പോകാനും ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നാണ് ബാലൻ പറഞ്ഞത്. എന്തൊരു ബാലിശമായ പ്രസ്താവന. ദേവികുളം മുൻ MLA-യും CPM നേതാവുമായിരുന്ന S രാജേന്ദ്രൻ BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് S രാജേന്ദ്രൻ 24-നോട് തന്നെ സ്ഥിരീകരിച്ചത്. എന്നാൽ ദേവികുളത്ത് താൻ മത്സരിക്കില്ലെന്നും S രാജേന്ദ്രൻ പറയുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു S രാജേന്ദ്രന്റെ BJP പ്രവേശന ചർച്ച. നേരത്തെ ഡൽഹിയിലെത്തി പ്രകാശ് ജാവദേക്കറുമായും ചർച്ച നടത്തിയിരുന്നു. BJP-യിൽ ചേരുന്നതിൽ വ്യക്തി താല്പര്യമില്ലെന്നും പ്രത്യേക നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, സംസാരിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ പങ്കെടുത്ത് മൂന്നാറിൽ നടക്കുന്ന യോഗത്തിൽ രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി A രാജയെ തോൽപ്പിക്കാൻ
രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന് CPIM കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ സസ്പെൻഷൻ. പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രാജേന്ദ്രൻ വഴങ്ങിയില്ല. 24 ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥയിൽ കൂടുതൽ പേർക്ക് ഇളവ് നൽകാൻ മുസ്ലിം ലീഗ്. MK മുന്നിൽ സന്നദ്ധനെങ്കിൽ കോഴിക്കോട് സൗത്ത് സീറ്റ് അദ്ദേഹത്തിന് നൽകും. 5 സിറ്റിംഗ് MLA-മാർ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24-നോട് പറഞ്ഞു. 15 വർഷമോ അതിൽ കൂടുതലോ MLA ആയിരുന്നവർ മാറട്ടെ എന്ന കർശന നിർദ്ദേശം ലീഗ് നടപ്പാക്കിയാൽ KPA മജീദ്, മഞ്ഞളാംകുഴി അലി, P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന്, PK ബഷീർ എന്നിവരാണ് വഴിമാറി കൊടുക്കേണ്ടി വരിക. ഇതിൽ ഇളവ് ലഭിക്കുകയാണെങ്കിൽ തന്നെ മഞ്ഞളാംകുഴി അലിക്കും PK ബഷീറിനും മാത്രമാണ് സാധ്യത. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമും ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. പാർട്ടി ഇളവനുവദിക്കുന്ന MK മുനീറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ തീരുമാനമെടുക്കാം. മുനീർ സന്നദ്ധനെങ്കിൽ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കാം. മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് N ഷംസുദ്ദീന് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ വനിതാ ലീഗിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്. പാർട്ടി നേതൃത്വമാണല്ലോ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അത് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വം അവരാലോചിച്ച് പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. ടേം വ്യവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിജയ സാധ്യതയാണ് ഓരോ മണ്ഡലത്തിലെയും പരിഗണനാ വിഷയങ്ങളെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ തൽസ്ഥിതി തുടരാൻ പാർട്ടി നിർബന്ധിതമാകും. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. റജിന പറഞ്ഞു ഏതൊരു കമന്റ് വായിച്ചിട്ട് SK ഉള്ളിൽ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. റജിന, അതല്ല, ഞാൻ ചില വാർത്തകളിൽ ചില ആളുകൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുന്ന മനുഷ്യ സഹജമായ സാധനമല്ലേ ഈ ചിരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വയനാട് കോളിയാട് സ്വദേശി ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. ബ്ലേഡ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രേഷ്മ സുൽത്താൻ ബത്തേരി പോലീസിന് നൽകിയ പരാതി അടക്കം ചൂണ്ടിക്കാണിച്ചാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മരണത്തിൽ ചില ദുരൂഹതകൾ ബാക്കിയാകുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ 30-നാണ് രേഷ്മയെ ബത്തേരി കോളിയാടിയിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയുടെ കാരണം ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെന്ന് ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഭർത്താവ് ജിനേഷ് ബീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഇത് വിവിധ ഘട്ടങ്ങളായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിട്ടു. അന്ന് നൽകിയ ബ്ലാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും വ്യാജരേഖകളും ഉപയോഗിച്ച് ജിനേഷിന്റെ വീടും സ്ഥലവും തട്ടിയെടുത്തതിൽ മനംനൊന്താണ് രേഷ്മയുടെ ആത്മഹത്യ എന്നാണ് ആരോപണം. കടബാധ്യതയെ തുടർന്ന് ജിനേഷ് ഇസ്രായേലിലേക്ക് പോകും മുമ്പ് ഈ സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായും പരാതിയുണ്ട്. 6 മാസം മുമ്പാണ് ഇസ്രായേൽ വെച്ച് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ജിനേഷിന്റെ മരണശേഷം ഇതേ സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും രേഷ്മ ബത്തേരി പോലീസിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് ഒപ്പിട്ട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. അവർ ഭീഷണിപ്പെടുത്തി കോടതിയിൽ നിന്ന് ഇത് വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നല്ലോണം അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മോനെ നല്ലോണം അടിച്ചിട്ടുണ്ട്. രേഷ്മേനെയും കൂടെ ഒരു പ്രാവശ്യം രേഷ്മയും കൂടെ കൂട്ടിപ്പോയിട്ടുണ്ട്. രേഷ്മയും ജിനുവിനെ പുറകിലിരുത്തി രേഷ്മനെ നടുക്ക് സീറ്റിലിരുത്തിയിട്ട് അടിച്ചു എന്ന് പറഞ്ഞു. രേഷ്മ എന്നിട്ട് വണ്ടിയിൽ നിന്ന് ചാടാൻ തുടങ്ങുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അത് അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവസാനമാണ് ഇവർ പിടിച്ചുകൊണ്ടുപോയി അടിച്ചു എന്ന് പറഞ്ഞത്. അതെന്നോട് പറഞ്ഞതാണ് എൻ്റെ മോൻ. മമ്മി, മധു, മനുവേട്ടനൊക്കെ കുറേ പേരുണ്ടായിരുന്നു, 3-4 ആളുണ്ടായിരുന്നു. പിടിച്ചുകൊണ്ട് അതിനെ റൂമിലിട്ടു, അടിച്ചു, ഇങ്ങനെ എല്ലാ കടലാസിലും ഒപ്പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരിനി എന്തും ചെയ്യുന്നു. അത് നമുക്ക് വീട് വിട്ടുകൊടുക്കരുത്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൻ അവിടെ പോയ സാലറിയൊക്കെ കൂടുതൽ കിട്ടും, അങ്ങനെ പോയത്. ജിനേഷ് പരാതി കൊടുത്ത അതേ ആവശ്യങ്ങളാണ്. 4 ചെക്ക്, മുദ്ര പേപ്പർ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ എന്തെങ്കിലും എഴുതിയെടുക്കാൻ സാധ്യതയുണ്ട്. ബലമായിട്ട് എൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ എഴുതി മേടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അവൾ ആദ്യ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് അവളെ മാനസികമായിട്ട്, അത് ഭർത്താവിൻ്റെ ഇതും ഇവരുടെ ഇതും എല്ലാം കൊണ്ടും അവളെ അങ്ങനെ ചെയ്ത്. ഇവരുടെ കാര്യം വ്യക്തമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ പല വീടുകളും ഇവർ കാരണം ഇതായിട്ടുണ്ട്. ഇവർക്ക് മെയിനായിട്ട് നോട്ടം മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് സ്ഥലമാണ്. വ്യാജരേഖകൾ ചമച്ച്
സ്വത്ത് തട്ടിയെടുത്തുവെന്നും മകളുടെ മരണകാരണം ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയെന്നും ചൂണ്ടിക്കാട്ടി രേഷ്മയുടെയും ജിനേഷിന്റെയും ബന്ധുക്കൾ നൽകിയ പരാതി ബത്തേരി പോലീസ് നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഉന്നത ബന്ധങ്ങളെന്ന ആക്ഷേപവും ശക്തമാണ്. 24 വയനാട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ബ്ലേഡ് മാഫിയയുടെ സ്വാധീനം കേരളത്തിലെ ജില്ലകളിലൊക്കെ തന്നെ വളരെ കൂടി വരുന്നു. അതിലൊരു ജില്ലയാണ് വയനാട്. അവരുടെ ചില ഓഡിയോ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഭീഷണികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവരികയാണ്. സാധാരണ ജനങ്ങൾക്ക് കടം കയറി മുടിഞ്ഞ ചില ജനങ്ങൾക്ക് അവർക്ക് ജീവിതം പൊറുതിമുട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ബ്ലേഡ് മാഫിയ. ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കുബേര എന്നൊരു സംവിധാനം നടപ്പിലാക്കി ബ്ലേഡ് മാഫിയയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. പിന്നീട് കുബേര അപ്രത്യക്ഷമായി പല കാരണങ്ങൾ കൊണ്ട്. കുബേര പോലെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ വേണം. കടം മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷേ അവരുടെ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന രീതിയിൽ ഈ കടം കൊടുത്ത ആളുകൾ സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കുന്നത് നമുക്ക് നീതീകരിക്കാൻ കഴിയില്ല. ഈ ബ്ലേഡ് മാഫിയയെ പോലീസ് സംവിധാനം കൊണ്ട് ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ. ഇനി തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങൾക്ക് ഡൽഹി മാതൃകയിൽ ജന്തർ മന്ദർ മോഡലിൽ ഒരു പ്രത്യേക കേന്ദ്രം വേണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ലോക്ഭവന്റെ ഒരു അതിഥി സമരം കാരണം ബുദ്ധിമുട്ടിയത് പരാമർശിച്ചായിരുന്നു ഗവർണർ ഈ നിർദ്ദേശം പറഞ്ഞത്. പല ആളുകളും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. കോർപ്പറേഷൻ കൗൺസിലേഴ്സിന് അദ്ദേഹം നൽകിയ ചായ സൽക്കാരത്തിലായിരുന്നു ഗവർണർ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇതൊരു പുതിയ ആശയമാണെന്ന് പറയാൻ കഴിയില്ല. പല ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നത് ഏതൊരു ഒരു നിയമ സംവിധാനം തന്നെ കടൽ തീരത്തോ മറ്റോ പൊയ്ക്കൂടെ എന്ന രീതിയിലുള്ളൊരു കാര്യം ഒരിക്കൽ ഉന്നയിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. എന്തായാലും വീണ്ടും ഇതൊരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നു. ഗവർണർ ഈ ആശയം മുന്നോട്ട് വെച്ചതോടെ റിനു ശ്രീധർ മറ്റു വിവരങ്ങൾ പറയും. റിനു പറയൂ. നമുക്കറിയാം, തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് സെക്രട്ടേറിയറ്റിലോ രാജ്ഭവനിലോ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നഗരം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം, വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മണിക്കൂറുകളോളം ക്യൂ ആയി വാഹനങ്ങൾ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരങ്ങൾക്കൊരു പ്രത്യേക കേന്ദ്രം ദില്ലി മോഡലിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ദില്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ ജന്തർ മന്ദറിൽ പ്രത്യേക ഒരു ഗ്രൗണ്ട് തന്നെ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ പോയിരുന്ന് സമരം ചെയ്യണം. അത്തരത്തിലുള്ള ഒരു സമര കേന്ദ്രം തിരുവനന്തപുരം നഗരത്തിലും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഗവർണർ ആർലേക്കർ മുന്നോട്ട് വെച്ചത്. ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെയും അതുപോലെ തന്നെ കൗൺസിലർമാരെയും വിളിച്ച് ചായ സൽക്കാരം നടത്തിയതിനു ശേഷം അവരോട് ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിലാണ് ഗവർണർ ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ എന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് ഇത് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പുത്തരിക്കണ്ടം പോലുള്ള ചില ഗ്രൗണ്ടുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടതും ശരിയാണ്. ഇത് നേരത്തെയൊക്കെ തന്നെ ചർച്ചയായതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഗവർണറുടെ ഒരു അതിഥി ഇത്തരം ഒരു സമരത്തിൽപ്പെട്ട് വലിയ രീതിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഗവർണറും ചില സാഹചര്യത്തിൽ, കാരണം രാജ്ഭവനിൽ ഒരു പ്രതിഷേധ സമരം ഉണ്ടായാൽ രാജ്ഭവന് ഗേറ്റിന് തൊട്ട് മുന്നിലാണ് ഈ ഒരു സമരം ഉണ്ടാവുക. അവിടേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യം ഗവർണർ ഈ ഒരു ചായ സൽക്കാര ചടങ്ങിൽ മുന്നോട്ട് വെച്ചത്. റിനുശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ധനമന്ത്രിമാരുടെ യോഗത്തിൽ ദീർഘകാല ആവശ്യങ്ങൾ ആവർത്തിച്ച് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 1000 കോടി രൂപ വേണം. എയിംസ്, ശബരിപാത നിർമ്മാണം എന്നിവയും കേരളം ഉന്നയിച്ചു. മടങ്ങിവരുന്ന പ്രവാസികൾ ക്ഷേമത്തിന് സ്പെഷ്യൽ പാക്കേജ് വേണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടു. അച്യുതൻ കൂടുതൽ അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. പറയാ അച്യുതൻ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായിട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാരും ചേർന്ന് ഇന്നൊരു യോഗം നടന്നത്. അതിലാണ് പ്രധാനമായിട്ടും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ, ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി നിവേദന രൂപേണ ഇപ്പോൾ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കൈമാറിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ദീർഘകാലമായി കേരളം ആവശ്യപ്പെടുന്ന പല പദ്ധതികളുടെ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസ് ആണ്. 2 ശബരിപാതയാണ്. എയിംസിന് ഏറ്റവും അർഹമായ സംസ്ഥാനമാണ് കേരളം. എന്നിരുന്നിട്ട് കൂടിയും കാലാകാലങ്ങളായി പല കാരണങ്ങൾ പറഞ്ഞ് അത് വൈകിപ്പിക്കുന്നു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ശബരിപാത, അതിൻ്റെ നിർമ്മാണ ചെലവ്
50% സംസ്ഥാന സർക്കാർ വഹിക്കാമെന്നറിയിച്ചിട്ടും അതും പല കാരണങ്ങളാൽ ഇങ്ങനെ അതിലൊരു അനിശ്ചിതത്വം നേരിടുന്നു. അപ്പോൾ ഇത് രണ്ടും പരിഗണിക്കണം എന്നൊരു ആവശ്യം മുൻപോട്ട് വച്ചു. ഒപ്പം തന്നെ അംഗൻവാടി ആശാ വർക്കർമാരുടെ വേതനം കൂട്ടണം, അതിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണം. വന്യജീവി സംഘർഷം തടയാൻ 1000 കോടിയുടെ പ്രത്യേക പാക്കേജ് വേണം. അതുപോലെ കശുവണ്ടി കയർ കൈത്തറി സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണം. മടങ്ങി വരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് സ്പെഷ്യൽ പാക്കേജ് വേണമെന്നുള്ള തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഈ നിവേദനം കൈമാറിയിരിക്കുന്നത്. ഒപ്പം GST പരിഷ്കരണം കൊണ്ടുവന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് ഈ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായി. ഒപ്പം തന്നെ ഒടുവിലായി പാസാക്കിയ BBG റാംജി എന്ന് പറയുന്ന നിയമവും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ കേരളം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ജിനു പറയുന്നു, പലരും വിവാഹം, ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് ഈ ബ്ലേഡ് മാഫിയയിൽ നിന്ന് പണമെടുക്കുന്നപ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണില്ല. ചിലപ്പോൾ ചില സാഹചര്യത്തിലാണെങ്കിൽ ഈ പേര് ഡേറ്റ് ഇടാത്ത ചെക്ക്, ബ്ലാങ്ക് ചെക്ക് കൂടി കൊടുക്കും. എമൗണ്ട് പോലും അതിൽ എഴുതില്ല. പിന്നീട് അവർ വലിയ എമൗണ്ടൊക്കെ എൻ്റർ ചെയ്ത് കോടതി കൊടുക്കും എന്ന രീതിയിൽ ചെക്ക് കേസ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ തൊടുപുഴ ഉടമ്പന്നൂർ മഞ്ചിക്കല്ലിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്. ഇതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. തൊടുപുഴ ഉടമ്പന്നൂർ മഞ്ചിക്കല്ലിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. രാവിലെ ഇറങ്ങിയ കാട്ടുപോത്താണ്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാട്ടുപോത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് പുലർച്ചെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ, ഈ ജനവാസ മേഖല എവിടെയാണ് ഇപ്പോൾ ഈ കാട്ടുപോത്തുള്ളത് എന്നറിയാമോ? ഈ രാത്രിയിൽ എന്തായിരിക്കും ഈ പ്രതിരോധം തീർക്കാൻ വേണ്ടി വനംവകുപ്പ് ചെയ്യാൻ പോകുന്നത്? ജനങ്ങൾക്ക് കാളരാത്രിയായി മാറുമോ ഇത്? SKN, ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. കാരണം ഇന്ന് രാവിലെ പുലർച്ചെയാണ് ജനവാസ മേഖലയിലേക്ക്, അതായത് മഞ്ചിക്കല്ലിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് എത്തിയത്. ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള 2 ആളുകൾക്ക് നേരെ കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഒരാൾക്ക് കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കാട്ടുപോത്തിനെ കണ്ടെത്താൻ വേണ്ടി വന്ന വനംവകുപ്പ് ഈ കാട്ടുപോത്ത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വൈകിട്ടോടുകൂടി ഇത് ജനവാസ മേഖലയിൽ വീണ്ടും എത്തുകയായിരുന്നു. വീടിന് സമീപത്തോടെ, വീടിന് പുറകുവശത്തോട് വരെ കാട്ടുപോത്ത് എത്തി. ആളുകൾ വലിയ ആശങ്കയിൽ ഇരിക്കുകയാണ്. അതിനിടയിൽ പഞ്ചായത്തിന്റെ ഒരു മുന്നറിയിപ്പ് പോലെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. ജാഗ്രത പാലിക്കണമെന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. ത്തേക്ക് വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ള പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. കൂടുതൽ കാര്യക്ഷമമാക്കണം, കൂടുതൽ സേനയെ അങ്ങോട്ടേക്ക് വിന്യസിക്കണം, വനംവകുപ്പിന്റെ അംഗങ്ങൾ അവിടെ എത്തി കാട്ടുപോത്തിനെ തുരത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഈ ജനപ്രതിനിധി ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ നിലവിൽ നാളെ രാവിലെ വരെ നോക്കിയതിനു ശേഷം കോതമംഗലം DFO സ്ഥലത്തെത്തും. അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതായത് അതിന് കുറച്ച് സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും. അതിനുശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ പോവുക. അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. നിലവിൽ വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഇത് സ്വമേധയാ കാട് കയറുന്നതാണ്. നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയെന്നാലും കാട്ടുപോത്ത് അവിടെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ കുറച്ച് ജാഗ്രത പാലിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ സുനിൽ TS പറഞ്ഞ ജനങ്ങൾ ആശങ്കയിലാണ്. SKN ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിലാണ് ഈ ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം, എൻ്റെ വീടിനടുത്താണ്. അപ്പോൾ എന്തായാലും താങ്കൾ കാട്ടുപോത്തിനെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചില പ്രേക്ഷകരൊക്കെ തന്നെ നമ്മുടെ ഈ ബ്ലേഡ് മാഫിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പണ്ട് പണം വാങ്ങിയ ആൾക്കാർ ഗൾഫിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ സംശയം ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. എന്തായാലും ദാരിദ്ര്യത്തിൽ വീർപ്പുമുട്ടുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ ബ്ലേഡ് മാഫിയ കഴുത്തറപ്പൻ പരിപാടികളുമായിട്ട് രംഗത്ത് വരും. ജാഗ്രതയായിട്ടിരിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നു. അന്വേഷണ സംഘം ഈ തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകാൻ സാധ്യത. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SIT നീക്കം.
ജയിലിൽ വെച്ച് എന്നാൽ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. അതിനെ തുടർന്ന് തന്ത്രി കണ്ഠര രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ BJP പോലുള്ള കക്ഷികൾ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു. അതൊക്കെ വിവാദമായിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, ഈ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ തക്ക കാര്യങ്ങളുണ്ടോ എന്ന രീതിയിലുള്ള സംശയമൊക്കെ ചില നിയമ സംവിധാനങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനൗദ്യോഗികമായിട്ടൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ട് ഇതിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചില അഭിഭാഷകരും സംശയം ഉന്നയിക്കുന്നു. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറിയതെന്ന് തന്ത്രി കണ്ഠര രാജീവരെ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിലിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രി സ്ഥാനം വഹിച്ച കണ്ഠര രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തുടർന്ന് കണ്ഠര രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. തന്ത്രിക്ക് പിന്നാലെ ഇനി അന്വേഷണം നീളുന്നത് ആരിലേക്കെന്നും ആകാംക്ഷ ഉണർത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. കാട്ടുപോത്തിന്റെ ശല്യം അനുഭവപ്പെടുന്ന ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് വാവലക്കാട് തട്ടക്കുഴ ഭാഗത്തുള്ളതായിട്ടാണ് അറിയുന്നത്. എല്ലാവരും ജാഗ്രത പാലിക്കണം. രാത്രിയിൽ വീടിന് പുറത്തേക്ക് ആളുകൾ ഇറങ്ങരുത് എന്നുകൂടി പഞ്ചായത്ത് ആവശ്യപ്പെടുന്നു. ആരെങ്കിലും കാട്ടുപോത്തിനെ കാണുകയാണെങ്കിൽ വനംവകുപ്പിനെ അപ്പം തന്നെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പാണ്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്താണ് ഇത്തരമൊരു വിവരം പബ്ലിസൈസ് ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠര രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവുമാണ് പ്രധാനമായും SIT പരിശോധിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ച് സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുകയാണിപ്പോൾ. അശ്വിൻ പാലാഴി ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നും തത്സമയം ചേരുന്നു. അശ്വിൻ, ഇത്ര മണിക്കൂറുകൾ നീണ്ടുപോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഇന്ന് 2:50 ആരംഭിച്ചത്. SIT സംഘം 2:50 ആലപ്പുഴ ചെങ്ങന്നൂരുള്ള ഈ വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ പ്രധാനമായി അവർ പരിശോധിക്കുന്നത് പല കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, പോറ്റിയുമായി തന്ത്രി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് ഈ പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് ചില സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാലപ്പഴക്കം, ഒപ്പം അതിൻ്റെ മൂല്യമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിന് ഈ പ്രാദേശികമായി തന്നെ ഇവിടെയുള്ള ഒരു സ്വർണ്ണ പണിക്കാരനെ ഇന്ന് വൈകുന്നേരം ഈ പരിശോധന പൂർത്തിയാക്കി 1-ാം മണിക്കൂറിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും അകത്ത് തുടരുകയാണ്. പരിശോധന 5 മണിക്കൂർ പൂർത്തിയാക്കുന്നു. അതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന രേഖകൾ, അതിനൊപ്പം ഈ സ്വർണം പിടിച്ചെടുത്ത സ്വർണ്ണങ്ങൾ, ആ സ്വർണത്തിൻ്റെ മൂല്യമടക്കമുള്ള കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ ഈ സ്വർണ്ണ പണിക്കാരനെ ഉപയോഗിച്ച് അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആ സ്വർണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനാ പരിധിയിലുള്ളത്. അങ്ങനെയെങ്കിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഈ തന്ത്രിയെ സംബന്ധിച്ച് അത് വലിയ കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിലൊക്കെ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ പോറ്റിയെ അറിയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പോറ്റിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ SIT വിളിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പോറ്റിയുമായുള്ള കൂടുതൽ ബന്ധങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഇന്നലെ കോടതിയിൽ SIT നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോറ്റിയെ ഒരു കീഴ്ശാന്തിയാണ് ശബരിമലയിൽ എത്തിച്ചത് എങ്കിൽ പോലും പിന്നീട് ഈ സന്നിധാനത്തടക്കം അദ്ദേഹത്തിന് ഈ പോറ്റിക്ക് വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ ഈ തന്ത്രിയുമായുള്ള ബന്ധം അത് കൂട്ടായി എന്നുള്ളത് വ്യക്തമായി റിമാൻഡ്
റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ തന്ത്രിക്ക് പോറ്റിയുമായി എത്രത്തോളം അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ആഴത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു പരിശോധന കൂടിയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. കാരണം ഈ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും തന്ത്രി എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വേണമെങ്കിൽ നിലവിൽ ഈ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രിയുടെ ഭാര്യ, തന്ത്രിയുടെ മകൾ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്താൽ അവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പോറ്റി ഈ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയുണ്ടാകും. രണ്ടാമത്തെ കാര്യം, പോറ്റിയും തന്ത്രിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടി ഈ തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായും SIT പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ പരിശോധന കൂടി വിദഗ്ധ സംഘത്തിൻ്റെ SITക്കൊപ്പമുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി ഈ വീടിനുള്ളിൽ നടക്കുന്ന പരിശോധനയിൽ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ പോറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്ത്രിക്കോ മറിച്ചോ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി സ്ഥിരീകരിക്കാനുള്ള നിർണായകമായ പരിശോധന കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ പല കോണുകളിൽ സമഗ്രമായ, സമ്പൂർണ്ണമായ, നിർണായകമായ പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു. ഇനിയും അത് മണിക്കൂറുകൾ നീണ്ടാക്കാം. ഒരുപക്ഷെ നാളെയും ഈ പരിശോധന തുടരും എന്നുള്ള വിവരമാണ് SKN നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നാണ് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേർന്നത്. ഞാൻ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ പോത്തിൻ്റെ ആക്രമണം, കാട്ടുപോത്തിൻ്റെ ആക്രമണം വന്നപ്പോൾ ജനങ്ങൾക്ക് കാളരാത്രിയാണ് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചിറയിൽ പോത്ത് രാത്രി എന്ന് പറയണമെന്ന് പറയുന്നത്. അങ്ങനെ പ്രയോഗം ഇതുവരെ ഇല്ല. പക്ഷേ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. വത്സല ചിത്രാഞ്ജലിയാണ് ഈ കാര്യം അറിയിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത ഗൂഗിൾ കെ വേണുഗോപാൽ അറിയിക്കുന്നു. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. വ്യൂ പോയിന്റിൽ തടി കയറ്റി വന്നൊരു ലോറി തകരാറിലായതിനെ തുടർന്നാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അവിടുത്തെ അതുവഴി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നെന്ന തന്ത്രി സമാജം. തന്ത്രിക്ക് വീഴ്ചയില്ല എന്നാണ് കരുതുന്നതെന്നും അറസ്റ്റിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നും തന്ത്രി സമാജം ജോയിന്റ് സെക്രട്ടറി സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഈ അറസ്റ്റ് തീർത്തും ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് നിയമവിദഗ്ധരുടെ ഉപദേശം പോലും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയാണ്. നമുക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു നമുക്കങ്ങനെ ഒരു ചിന്ത തന്നെ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അവസരം വന്നത് കണ്ടു നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു താല്പര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. അമേരിക്കയിലൊക്കെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ചില മലയാളി സുഹൃത്തുക്കൾ നാട്ടിൽ വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ചില കൗതുകങ്ങൾ നമുക്ക് തോന്നാറുണ്ട്. അതായത് നമ്മുടെ ഡേറ്റയൊക്കെ മിക്കവാറും കൂടുതൽ ആൾക്കാരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോകുന്ന മിക്കവരുടെയും ഡേറ്റയൊക്കെ അമേരിക്കൻ കമ്പനികളുടെ കയ്യിലാണ്. ഈ ഡേറ്റ വളരെ വിലപ്പെട്ടതാണ്. ആധുനിക കാലത്ത് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പല മരുന്ന് പരീക്ഷിക്കാനും പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരാനും ലോകത്ത് പല പല ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോഴും ഈ ഡേറ്റ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഈ ഡേറ്റ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും വലിയ കോടീശ്വരന്മാർ. അങ്ങനെ നമ്മൾ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു വാർത്ത, അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. 1.25 കോടി ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുപോയി എന്നാണ് റിപ്പോർട്ട്. മാൽവെയർ ബൈറ്റ്സ് ആണ് ഇപ്പോൾ ഈ വീഴ്ച പുറത്തുവിട്ടത്. ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ, അവരുടെ മേൽവിലാസം എന്നിവ അടക്കം ചോർന്നുപോയി എന്നാണ് പറയുന്നത്. വിവരങ്ങൾ ഇപ്പോൾ ഡാർക്ക് വെബിൽ, നിങ്ങൾക്കറിയാമല്ലോ, അത് ഈ ഇൻ്റർനെറ്റിലെ ഒരു കറുത്ത ലോകമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഡാർക്ക് വെബ് തന്നെ അപകടം പിടിച്ചൊരു ലോകമാണ്. അവിടെ ഈ സാധനം, നമ്മുടെയൊക്കെ ബയോഡേറ്റയും നമ്മുടെയൊക്കെ ഇമെയിൽ ID-യും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മെറിൻ മേരി ചാക്കോ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. പറയൂ മെറിൻ. SKN ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കളെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഇപ്പോൾ ചോർന്നു എന്ന് തന്നെയാണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിന് വൻ സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് എത്തിയെന്ന് തന്നെയാണ് മാൽവെയർ ബൈറ്റ്സ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഉപയോക്താക്കളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. സുരക്ഷാ വീഴ്ചയ്ക്ക് മുൻപ് തന്നെ അക്കൗണ്ടുകൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെസ്സേജുകൾ എത്തിയെന്നും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനമായും എന്നാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ ഈ ഒരു സുരക്ഷാ വീഴ്ചയിൽ പ്രതികരിച്ചിട്ടില്ല. 1.75 കോടി ഉപയോക്താക്കളെ ആശങ്കയിലാക്കുന്ന ഒരു വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ജാഗ്രത പാലിക്കണം. പ്രധാനമായും അക്കൗണ്ടുകൾ ആക്സസ് ചെയ്ത് സൈബർ ആക്രമണത്തിന് മുതിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. ലോഗിൻ അക്കൗണ്ട് ശ്രദ്ധിക്കണം.
ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇമെയിൽ ക്ലിക്ക് ചെയ്യരുത്, അതേപോലെ തന്നെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് തന്നെയാണ് വിദഗ്ധർ ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഈ ഒരു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. SKN. ഓക്കെ, മേരി ചാക്കോണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ അറിയിക്കാനുള്ളത് മില്യൺ മലയാളി ക്ലബിനെ കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള 1 കോടി മലയാളികളെ ലക്ഷ്യം വെച്ച് അവരെയെല്ലാം ഒരു കുടക്കീഴിൽ കയറ്റി നിർത്തി പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ആവശ്യം വരുമ്പോഴൊക്കെ ഉപകരിക്കാനും ഒക്കെ ഉള്ള പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് മില്യൺ മലയാളി ക്ലബ്ബ്. ആദ്യം 10 ലക്ഷം ആൾക്കാർ ഇതിൽ അംഗങ്ങളാകും. ഇതിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ കാണും, കോടീശ്വരന്മാരുണ്ടാകും, മിഡിൽ ക്ലാസ് കാണും, സാധാരണ ജനങ്ങളുണ്ടാകും. അപ്പോൾ ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ രാത്രിയാണോ പകലാണോ എന്നറിയാതെ നിങ്ങൾക്ക് ഈ ആപ്പിൽ കയറി ഒരു സംഭവം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു കൈത്താങ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള വളരെ പുതിയ രീതിയിലുള്ളൊരു MMC മില്യൺ മലയാളി ക്ലബ്ബ് നമ്മൾ ചേരുന്നു. 10 ലക്ഷം ആദ്യം ചേർക്കും, അത് കഴിഞ്ഞ് അതിൽ അംഗമാകുന്ന ഓരോ ആളും 10 പേരെ കൂടെ ചേർക്കും. അപ്പോൾ അങ്ങനെ 1 കോടി ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഇനി എനിക്ക് ആരുമില്ല, ഞാൻ തനിച്ചാണ് ഈ ലോകത്ത് എന്ന് പറയുന്ന മലയാളി ഉണ്ടാകാതിരിക്കട്ടെ എന്ന ലക്ഷ്യം വെച്ചാണ് നമ്മൾ മില്യൺ മലയാളി ക്ലബ്ബ് ലോഞ്ച് ചെയ്യുന്നത്. 7ാം വാർഷികം പ്രമാണിച്ച് നമ്മൾ അനൗൺസ് ചെയ്തതാണിത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞു. നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ തന്നെ ഈ മില്യൺ മലയാളി ക്ലബിൻ്റെ വാർത്തകളുമായി നമ്മുടെ പ്രതിനിധികൾ എത്തിച്ചേരും. MMCയുടെ വിശദാംശങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ ശ്രീകണ്ഠൻ നായർ. നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 10 ലക്ഷം മലയാളികളുടെ ഒരു കൂട്ടായ്മ, അതെ, മില്യൺ മലയാളി ക്ലബ് വേൾഡ് വൈഡ്, അങ്ങനൊരു സാധനം വരാൻ പോകുന്നു, MMC. നാളെ 1 കോടി മലയാളികളെ കൂട്ടായ്മയായിട്ട് ഇത് മാറും. അതായത് 10 ലക്ഷം ആൾക്കാർ ഇപ്പോൾ ചേരുന്നു. ആ 10 ലക്ഷത്തിൽ അംഗമാകുന്ന ആളുകൾ ഓരോ 10 പേരെ കൂടി ചേർക്കുന്നു. അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഇങ്ങനെ 10 പേരെ കൂടി ചേർത്ത് അത് 1 കോടി ആളുകളാകുന്നു. ഒരു 10 ലക്ഷത്തിൻ്റെ പട്ടാളം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ആ പട്ടാളം അയലത്തുള്ളവരും സുഹൃത്തുക്കളും പരിചയക്കാരുമായിട്ട് ഒരു 10 പേരെ കൂടി ഓരോ അംഗവും ചേർത്ത് അത് പിൽക്കാലത്ത്, അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് 1 കോടിയിലേക്ക് വളർത്തും. നമുക്ക് ചുറ്റും 1 കോടി ആളുകളുണ്ട്. നമ്മുടെ 24 കണക്ട് വഴി തൽക്കാലം 10 ലക്ഷം പേരുടെ ഒരു സംഘം നമ്മളിപ്പോൾ ഉണ്ടാക്കും. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പരസ്പരം എപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താൻ കഴിയുന്ന സാങ്കേതിക സൗകര്യം ഇതിലുണ്ടാകും. ഇതിൽ സമയം പ്രശ്നമല്ല, രാത്രിയായാലും പകലായാലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. കാരണം വിവിധ ടൈം സോണുകളിലിരുന്ന് ഇതിലെ അംഗങ്ങൾ പ്രതികരിക്കും. 10 ലക്ഷം പേരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ അംഗമാകുന്നവർ തന്നെ കൂടുതൽ ആളുകളെ ചേർത്ത് 1 കോടി ആളുകളുടെ സംഘവേദിയാക്കി ഇതിനെ മാറ്റും. കേരളത്തിൽ വ്യാപകമാകുന്ന മയക്കുമരുന്ന് വിപത്തിനെതിരെ കാവലാളാകാൻ 10 ലക്ഷത്തിൻ്റെ ഈ പട്ടാളം മുൻനിരയിലുണ്ടാകും. ഈ കൂട്ടായ്മയ്ക്ക് നമ്മൾ സാധാരണ ഒരു വാട്സപ്പിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സൗകര്യവും ഉണ്ടാകും. 10 ലക്ഷത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിവരം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി ഒരു സന്ദേശം കൊടുത്താൽ മതിയാവും. ഇവിടെ നിന്നെങ്കിലും ഒരാൾ നിങ്ങൾക്ക് മറുപടി തരും. 24 മണിക്കൂർ നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ ആപ്പിലും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ഫോൺ നമ്പരും ഒരു ഇമെയിൽ ഐഡിയും ചെറിയൊരു ബയോഡേറ്റയും ഞങ്ങൾക്ക് നൽകിയാൽ മതി. നിങ്ങളോട് സംസാരിക്കാൻ ഭാവിയിൽ 10 ലക്ഷം ആളുകൾ ചുറ്റും ഉണ്ടാകും. എന്തൊരു ശക്തിയാണത്, എന്തൊരു കരുത്താണത്. എന്തിനും ഏതിനും ലക്ഷങ്ങൾ കൂടെയുണ്ടെന്നൊരു തോന്നൽ. ഇനി മുതൽ നിങ്ങൾ തനിച്ചല്ല. ഭാവിയിൽ ഒരു 100 ലക്ഷത്തിൻ്റെ, അതായത് 1 കോടി ആളുകളുടെ കരുത്തിലാകും നിങ്ങളുടെ ജീവിതയാത്ര. നമ്മൾ കൂടുതൽ ശക്തിപ്പെടുന്നേ. വേഗമാക്കട്ടെ, നീ വൈകണ്ട. ഇത് കേട്ടപ്പോൾ ഇതൊക്കെ നടക്കൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും. നടക്കുന്നേ. ലോകത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച നെറ്റ്വർക്ക് 24-ൻ്റേത്. അതുകൊണ്ട് ഇത് നടക്കും എന്ന് മാത്രമല്ല, ഭാവിയിൽ 1 കോടി ജനങ്ങൾക്ക് നടുവിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സംവദിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ച് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയിട്ടേ നമ്മൾ ഇനി വിശ്രമിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്ന ഒരു ടെലിഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ അവിടെ വിളിച്ചറിയിക്കാം. 8111991602. ഒരു നമ്പർ കൂടിയുണ്ട്, 8111991260. നിങ്ങൾക്ക് ഇമെയിലായിട്ടും വിവരം അറിയിക്കാം. നിങ്ങൾക്ക് അംഗങ്ങളാകാൻ ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ ഒക്കെ ബന്ധപ്പെടാം. 24connect@24news.com എന്നാണ് ഇമെയിൽ ID. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ മതിയാവും. ഇത് കൂടാതെ വീടുകളിലേക്ക് നമ്മുടെ ആൾക്കാർ നേരിട്ടെത്തും നിങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ. എത്രയും വേഗം നമുക്ക് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം. കാരണം ഈ കൂട്ടായ്മ കാലത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്കിനി കാണാം. താങ്ക് യു, ഗുഡ് ബൈ. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇനി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ന്യൂസ് ഹെഡ്ലൈൻസ്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ SIT പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ച് വീട്ടിലെ ആഭരണങ്ങളും പരിശോധിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ തെളിവ് തേടി പ്രത്യേക അന്വേഷണ സംഘം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് മാറ്റിക്കഴിഞ്ഞു. തന്ത്രിയുടെ അറസ്റ്റിൽ ചോദ്യങ്ങളുമായി കോൺഗ്രസും BJPയും. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന് K. മുരളീധരൻ. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെന്റ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും. അറസ്റ്റ് സംശയകരമെന്നും തെളിവുണ്ടായിട്ടും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ലെന്നും BJP. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലേ, ഇതിപ്പോ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കുന്നു. ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് MV ഗോവിന്ദൻ. അത് ഞങ്ങൾക്കറിയോ ആരാ ഇതിൻ്റെ പിന്നിൽ പ്രതി എന്നെല്ലാം. അത് SIT കണ്ടുപിടിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ, അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പോൾ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ അവരോട് ചോദിക്കണ്ട, നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. അറസ്റ്റിന് പിന്നിൽ മറ്റ് താല്പര്യങ്ങളെന്ന് തന്ത്രി സമാജം. ജമാഅത്ത് ഇസ്ലാമി മാറാട് പരാമർശങ്ങളിൽ മാപ്പ് പറയില്ലെന്ന് CPM നേതാവ് AK ബാലൻ. ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും വിശദീകരണം. മനസ്സില്ല, ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും. മാറാട് അങ്ങനെ ആരും മറക്കേണ്ടെന്ന് MV ഗോവിന്ദൻ. മാറാട് പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDFന്റെ കാലമായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDFന്റെ കാലത്തല്ലേ. അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? AK ബാലനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളെന്ന് കോൺഗ്രസ്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സഭ ഇടപെട്ടു എന്ന വെളിപ്പെടുത്തലുമായി മേയർ VK മിനിമോൾ. തനിക്ക് മേയർ പദവി ലഭിക്കാൻ പിതാക്കന്മാർ സംസാരിച്ചു. വിവാദമായപ്പോൾ വൈകാരിക പ്രതികരണമെന്ന വിശദീകരണം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ. എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് നയം. അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതെന്താണ് അവർ പറഞ്ഞതെന്നുള്ളത് അവർ പറയട്ടെ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്തിനു പറഞ്ഞു എന്നുള്ളത് അറിയില്ല. അവരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ അത് പറയട്ടെ. ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന ദീപ്തി മേരി വർഗീസ്. ദേവികുളത്തെ മുൻ നിയമസഭാംഗം S. രാജേന്ദ്രൻ BJPയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷനുമായി ചർച്ച നടത്തിയെന്ന് 24നോട് സ്ഥിരീകരിച്ച S. രാജേന്ദ്രൻ. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി 10:15 മണിയോടെ കേരളത്തിലെത്തും. നാളെ രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് അംഗങ്ങളുടെ യോഗത്തിൽ അദ്ദേഹം സംസാരിക്കും. മാരാർജി ഭവനിലെ കോർ കമ്മിറ്റി യോഗത്തിലും ഹോം മിനിസ്റ്റർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് EP ജയരാജൻ. പുതിയ പുസ്തകം എഴുതി തുടങ്ങിയെന്നും EP 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ സംബന്ധിച്ച് അത് കാര്യങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കലാണ്. ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട, എങ്ങനെ എല്ലാം പാർട്ടി തീരുമാനിക്കും. ആ പാർട്ടിയിലുള്ള ആളുകളെല്ലാം ആ പാർട്ടി തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കുട്ടനാട് തൃക്കരിപ്പൂർ സീറ്റുകളെ ചൊല്ലി UDF-ൽ പോര്. കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ഒരു വിഭാഗം. പാലക്കാട് മലമ്പുഴയിലെ സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ പരാതികൾ. അധ്യാപകനെതിരെ 10 കുട്ടികൾ കൂടി മൊഴി കൊടുത്തു. പീഡനവിവരം മറച്ചുവെച്ച അധ്യാപകരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം. ഈ 5 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഉടനടി അത് ഇന്നലെ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് അതിൽ FIR ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 കുട്ടികളുടെ പരാതി DVSPക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം അത് SC/ST അട്രോസിറ്റീസ് പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം വരുന്നതാണ്. DVSPക്ക് കൈമാറിയിട്ടുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് CWC ജില്ലാ ചെയർമാൻ M. സേതുമാധവൻ 24-നോട്. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് വിവാദം സുപ്രീം കോടതിയിലേക്ക്. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നടപടികളിൽ സമൂല മാറ്റം വേണമെന്ന് കമൽഹാസൻ. സർട്ടിഫിക്കേഷന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കണം. മാറ്റങ്ങൾക്കായി ഒരുമിച്ച് ശബ്ദിക്കേണ്ട സമയമാണെന്നും പ്രതികരണം. പൊങ്കലിന് വിജയ് ചിത്രം ജനനായകന് പകരം 2016 തെരി എന്ന ചിത്രം റീ റിലീസ് ചെയ്ത് തിയേറ്ററിലെത്തിക്കും. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വ്യാപിക്കുന്നു. സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 200 കടന്നെന്ന ടൈം മാഗസിൻ. പ്രക്ഷോഭകാരികൾ തെമ്മാടി കൂട്ടങ്ങളാണെന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അയത്തുള്ള അലി ഖമനേയി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥയിൽ കൂടുതൽ പേർക്ക് ഇളവ് നൽകാൻ മുസ്ലിം ലീഗ്. MK മുനീർ സന്നദ്ധനെങ്കിൽ കോഴിക്കോട് സൗത്ത് സീറ്റ് നൽകും. 5 സിറ്റിംഗ് MLA-മാർ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല. പാർട്ടി പറഞ്ഞാൽ എന്തായാലും പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു എളിയ പ്രവർത്തകയാണ് ഞാൻ. 90-കൾ മുതൽ 2026 വരെ നാളെയും അങ്ങനെയായിരിക്കും. ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ, ബഹുമാനപ്പെട്ട കുനാൽ സാഹിബ് അടങ്ങുന്ന മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ഞാനായിട്ടൊന്നും പറയേണ്ടതല്ലല്ലോ. പിന്നെ വനിതാ ലീഗ് വർക്ക് ചെയ്താൽ വനിതകൾക്ക് വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കാൻ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24-നോട്. ഇൻസ്റ്റഗ്രാമിൽ വൻ സുരക്ഷാ വീഴ്ച. 1.25 കോടി ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുപോയെന്ന റിപ്പോർട്ട്. ലൊക്കേഷൻ, ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. വീഴ്ച പുറത്തുവിട്ടത് സൈബർ സുരക്ഷാ കമ്പനിയായ മാൽവെയർ ബൈറ്റ്സ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ധനമന്ത്രിമാരുടെ യോഗത്തിൽ ദീർഘകാല ആവശ്യങ്ങൾ ഉന്നയിച്ച കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 1000 കോടി രൂപ, എയിംസ്, ശബരിപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് ഇത്രയും ഒരു പശ്ചാത്തലമുള്ള സ്റ്റേറ്റിൽ എയിംസ് അനുവദിക്കേണ്ടതാണ്. എന്തുകൊണ്ടോ രാഷ്ട്രീയമായിട്ട് അത് അനുവദിക്കുന്നില്ല. നിർബന്ധമായിട്ടും ആ എയിംസ് അനുവദിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ശബരി റെയിലിൻ്റെ കാര്യത്തിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ശബരി റെയിൽ 50% നമ്മൾ കോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. സാധാരണ ഗതി ഒരു സ്റ്റേറ്റും അങ്ങനെ കൊടുക്കേണ്ടതല്ല. ഇപ്പോൾ 50% നമ്മൾ അതിൻ്റെ ചിലവ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരുമിച്ച് ആ പണം കിട്ടണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പം താമസിപ്പിക്കുന്നത്. അത് അടിയന്തരമായി തുടങ്ങണം. മടങ്ങി വരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് സ്പെഷ്യൽ പാക്കേജ് വേണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്. താൻ കോൺഗ്രസ് വിട്ടില്ല, കോൺഗ്രസ് ആണ് തന്നെ വിട്ടുപോയതെന്നും KV തോമസ് 24-നോട്. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. 2019 അതിൻ്റേതായ കാരണം 2019 എനിക്ക് സീറ്റ് നിഷേധിക്കുമ്പോൾ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് എനിക്ക് 73 വയസ്സാണ്. എനിക്ക് 73 വയസ്സായി എന്ന് പറഞ്ഞാണ് അവരൊന്നും ഒരു കാര്യം പറഞ്ഞു. ഇന്ന് 84 വയസ്സും 85 വയസ്സുള്ള ആളുകൾ തയ്യാറായി കളത്തിലേക്ക് ഇറങ്ങുന്നു. ഞാൻ കോൺഗ്രസ് ഇപ്പോഴും വിട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ലക്ഷ്യബോധമില്ല. ടീം UDF എന്നൊന്നില്ല, 4 പേരും 4 പോസ്റ്റിലേക്കാണ് ഗോൾ അടിക്കുന്നതെന്നും KV തോമസിന്റെ പരിഹാസം.
മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച ഹൈക്കോടതി. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും പ്രവേശനം. മകരവിളക്ക് ദിനത്തിൽ രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ആരെയും കടത്തിവിടണമെന്നും ചീഫ് കോർഡിനേറ്റർക്ക് നിർദ്ദേശം. എരുമേലി പേട്ടതുള്ളൽ നാളെ. ഒഡീഷയിലെ റൂർക്കലയിൽ വിമാനാപകടം. ടേക്ക് ഓഫ് കഴിഞ്ഞയുടൻ ചെറുവിമാനം നിലംപതിക്കുകയായിരുന്നു. ചാർട്ടേഡ് വിമാനത്തിലുണ്ടായിരുന്ന 6 യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട്ട് ജോലിക്കിടെ കിണറ്റിൽ വീണ് പെയിന്റിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുവണ്ണ സ്വദേശി ദിവാകരൻ. അപകടമുണ്ടായത് ജോലിക്കിടെ അബദ്ധത്തിൽ സൺഷെയ്ഡിൽ നിന്ന് കിണറ്റിലേക്ക് വീണ്. തിരുവനന്തപുരം അണ്ടൂർ കോണത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ സ്ലാബില്ലാത്ത ഓടയിൽ വീണ് യുവാവ് മരിച്ചു. മരിച്ചത് കഴക്കൂട്ടത്തെ കോച്ചിംഗ് സെന്റർ ജീവനക്കാരനായ അൻഷാദ്. കോഴിക്കോട് മുണ്ടിക്കൽ താഴത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ബൈക്ക് യാത്രികരായ കുറ്റിക്കാട്ടൂർ സ്വദേശി സതീഷ് കുമാർ, ഉത്തർപ്രദേശ് സ്വദേശി ശിവശങ്കർ എന്നിവർ. മയക്കുമരുന്നിനെതിരെ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ. ഈ വരുന്ന മാർച്ച് 31 മുതൽ 3 കൊല്ലത്തേക്ക് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതല യോഗത്തിൽ കർശന നടപടികൾക്ക് നിർദ്ദേശം വന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നിർദ്ദേശം നൽകിയത്. പശ്ചിമബംഗാളിൽ തൃണമൂലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്ര സ്ഥാപനമായ ഐപാക്കിനെതിരായ ED നടപടിയിൽ TMC നിയമ പോരാട്ടത്തിന്. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി കൊടുത്തു. തൃണമൂൽ നീക്കം CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ED സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ. അയോധ്യ രാമക്ഷേത്ര പരിസരത്ത് മാംസാഹാര വിതരണത്തിന് വിലക്കേർപ്പെടുത്തി. 15 കിലോമീറ്റർ ചുറ്റളവിൽ ഓൺലൈൻ മുഖേനയുള്ള മാംസാഹാര വിതരണം വിലക്കി. മദ്യവിൽപ്പനയ്ക്കും മേഖലയിൽ വിലക്കുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങൾക്ക് ഡൽഹി മാതൃകയിൽ പ്രത്യേക കേന്ദ്രം വേണമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജ്ഭവന്റെ അതിഥി സമര കാരണം ബുദ്ധിമുട്ടിയെന്ന് ഗവർണർ. നഗരസഭാ കൗൺസിലർമാർക്ക് നൽകിയ ചായ സൽക്കാരത്തിലാണ് ഗവർണറുടെ ഈ പരാമർശം. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 40 കിലോ കഞ്ചാവ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി. കരിമഠം പൂജപ്പുര സ്വദേശികളായ 2 പേർ പിടിയിലായി. വിഴിഞ്ഞത്തും 4.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. വയനാട് കമ്പളക്കാട് വണ്ടിയാമ്പറ്റയിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവയുടെ സാന്നിധ്യം. ഈ പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. പത്തനംതിട്ട കോന്നി അരുവാപ്പുലത്ത് ജനവാസ മേഖലയിലിറങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ശബ്ദം ഇനി കോടതി മുറികളിൽ ഉയരും. ഹൈക്കോടതിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്തു. ഒരു തുടർ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ നേരിട്ടത് ഒരു അനീതിയാണ്. ഒരു വലിയൊരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ, നീതി നിഷേധിക്കപ്പെട്ട സിസ്റ്റേഴ്സിന് സമൂഹ മധ്യത്തിൽ വീണ്ടും ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ശബ്ദമാകാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരാളായി മാറി. അതാണ് ശരിക്കും എനിക്കൊരു പ്രചോദനമായത്. സഭയ്ക്കെതിരായ പോരാട്ടങ്ങളാണ് അഭിഭാഷകയാകാൻ പ്രേരിപ്പിച്ചതെന്ന് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. ഇടുക്കി ഉപ്പുതറയിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിന് പിന്നാലെ ഭർത്താവ് സുമിൻ തൂങ്ങി മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ. ഭാര്യ രജനിയുടെ കൊലപാതകത്തിൽ സുമിന്റെ പങ്കിനെപ്പറ്റി പോലീസിന് സംശയമുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വിയപുരം ചുണ്ടലിൽ തുഴഞ്ഞ വില്ലേജ് ബോട്ട് കൈനഗിരി ജേതാക്കളായി. മേപ്പാടൻ ചുണ്ടലിൽ തുഴഞ്ഞ പള്ളാത്തുരുത്തിക്കാണ് 2ാം സ്ഥാനം. പ്രസിഡൻസി ട്രോഫി നിരണം ചുണ്ടൻ നേടി. സൂപ്പർ ക്രോസ് ബൈക്കിംഗ് റേസിംഗ് മത്സരങ്ങൾക്കായി വിട്ടു നൽകിയ കോഴിക്കോട് സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കുന്നത് വൈകിയേക്കും. മേയർ ആവശ്യപ്പെട്ട വിദഗ്ധ സമിതി റിപ്പോർട്ട് KDF ഇനിയും നൽകിയിട്ടില്ല. ഈ മാസം 15-ാം തീയതിക്കകം സ്റ്റേഡിയത്തിലെ പുൽമൈതാനം പൂർവ്വസ്ഥിതിയിലാക്കി കൈമാറണമെന്നാണ് നിർദ്ദേശം. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. ഗുജറാത്തിലെ വഡോദരയിലെ നാളത്തെ ഏകദിനത്തിന് ശേഷം 14 രാജ്കോട്ടിലും 18 ഇൻഡോറിലും മറ്റ് മത്സരങ്ങൾ നടക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലെത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ. ഇതോടെ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകൾ വിശദമായി. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവർ ആണ്, അത് ഷുവർ ആണ്. co-sponsored by
BLM, Kerala, Tamil Nadu, Pondicherry. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. നാളെയാണ് എരുമേലിപ്പേട്ട തുള്ളൽ. മറ്റന്നാൾ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. 14-നാണ് മകരവിളക്ക്. അതേസമയം മകരവിളക്ക് ദിനത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 35,000 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുകയാണ് ശ്രീകുമാരൻ. പറയൂ ശ്രീജിത്ത്, സാധാരണഗതിയിൽ 1,00,000-ലധികം ആളുകൾ ഈ ശബരിമല മകരവിളക്ക് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്താറുണ്ട്. ഇത്തവണ ആളുകളുടെ എണ്ണം, ഭക്തജനങ്ങളുടെ എണ്ണം കാര്യമായി കുറയുമെന്നാണ് ഹൈക്കോടതി വിധി മൂലം. തീർച്ചയായും ഹൈക്കോടതിയുടെ ഒരു നിലപാട് കടുപ്പിക്കുകയാണ് അവർ. കാരണം ശബരിമല സന്നിധാനത്ത് എന്തായാലും 1,00,000 ആളുകളെ മൊത്തത്തിൽ വഹിക്കാനുള്ള ഒരു ശേഷി സന്നിധാനത്തിനില്ല, അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 35,000 എന്നൊരു നമ്പറിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നത്. 30,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിംഗും. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ ഉപാധിയാണ്, അത് പാലിച്ചേ മതിയാകൂ. പക്ഷേ ഇപ്പോഴും ദേവസ്വം ബോർഡിനെയും പോലീസിനെയും ആശങ്കപ്പെടുത്തുന്നത് SKN പർണശാലകൾ കെട്ടി പല മേഖലകളിലും, കാടിന് സമീപത്തും അതുപോലെ തന്നെ ശബരിമലയിലെ തന്നെ പല മേഖലകളിലും ആളുകൾ കാത്തിരിക്കുകയാണ്. 14-ാം തീയതി ഒന്നായി കിട്ടാൻ വേണ്ടി, അവർക്ക് മകര വിളക്ക് ദർശനം നടത്താൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അവരെ പൂർണ്ണമായി ഇവിടെ നിന്ന് ഇറക്കിവിടാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് പല മേഖല, സന്നിധാനം ഒഴികെയുള്ള പല മേഖലകളിലും കൂടുതൽ സ്ഥലങ്ങളിൽ മകരവിളക്ക് കാണുവാൻ, ദർശിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ്. അത് പമ്പയിലും മരക്കൂട്ടത്തും അടക്കം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അത് അട്ടത്തോട് ഒരുക്കി കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും അത്തരത്തിൽ കൂടുതൽ ഭക്തരെ, നിലവിൽ ഇപ്പോൾ സന്നിധാനത്ത് തുടരുന്ന ഭക്തരെ താഴത്തേക്ക് ഇറക്കുക, അവിടെ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട് എന്ന് അറിയിക്കുക. അങ്ങനെ തൊഴുതു മടങ്ങുന്ന ഭക്തരോട് കൃത്യമായ രീതിയിൽ ഇത് കാണാനുള്ള സൗകര്യം പമ്പയിലോ അല്ലെങ്കിൽ അട്ടത്തോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിസര പ്രദേശങ്ങളിലുണ്ട് എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് നേരിയ കുറവ് ഉണ്ട് ഭക്തജന തിരക്കിൽ ശബരിമലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1,13,000 എന്ന ഒരു വലിയ നമ്പറിലേക്കൊക്കെ പോയിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. അത് പക്ഷേ കഴിഞ്ഞ ദിവസം അത് 90,000-ലേക്ക് മാറി. അത് ഇന്ന് 80,000-ഓളം എത്തുന്നു. എന്തായാലും 11 മണിയോടുകൂടി അടുക്കുമ്പോൾ മാത്രമാണ് അവസാന കണക്ക് ലഭ്യമാക്കാനാകും. എന്തായാലും ഇന്നലെ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായ രീതിയിൽ ശബരിമലയിലെ എല്ലാ മേഖലകളിലെയും പരിശോധന നടത്തി. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന പാണ്ടിത്താവളം അടക്കമുള്ള മേഖലകളിൽ വടം കെട്ടി, റോപ്പ് കെട്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. പ്രത്യേക പോലീസ് സംഘം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് യാത്ര, തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇങ്ങോട്ട് തിരിക്കും. 14-ന് ഇവിടെ എത്തിച്ചേരും. വൈകുന്നേരം തിരുവാഭരണം ചാർത്തിയായിരിക്കും അയ്യപ്പന് ദീപാരാധന നടക്കുക. SKN. ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ 217 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം. ആശുപത്രിയിലെ ഡോക്ടറെ ഉദ്ധരിച്ച ടൈം മാഗസിനാണ് ഈ വാർത്ത ഇന്ന് പുറത്തുവിട്ടത്. പ്രക്ഷോഭകാരികൾ തെമ്മാടിക്കൂട്ടങ്ങളാണെന്നും സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കി. ഇറാനിൽ ഇന്റർനെറ്റ് വിലക്ക് തുടരുന്നതിനിടെയാണ് സുരക്ഷാ സേന പ്രക്ഷോഭകരെ കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ടൈം മാഗസീനിലൂടെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ. 200-ലധികം പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടെന്നാണ് ടൈം മാഗസീൻ റിപ്പോർട്ട് ചെയ്തത്. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്നും അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ നിന്ന് ഉടനടി മൃതദേഹം മാറ്റിയെന്നാണ് വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് നിലവിൽ 63 പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന തെമ്മാടിക്കൂട്ടമാണെന്നും സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം ഇറാന്റെ 31 പ്രവിശ്യകളിലേക്കും വ്യാപിച്ചുവെന്നാണ് വിവരം. അതിനിടെ പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഇറാനിലെ മുൻ ഷാ ഭരണാധികാരിയുടെ മകൻ റെയ്സ പഹ്ലവി സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ അമേരിക്കയിലുള്ള റെയ്സ പഹ്ലവി ഭരണം ഏറ്റെടുക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. കഴിഞ്ഞ ഡിസംബർ 28-നാണ് വിലക്കയറ്റത്തിനും കറൻസി മൂല്യ തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ പരാതികളുണ്ടായി. അധ്യാപകനെതിരെ ഇപ്പോൾ 10 വിദ്യാർത്ഥികൾ കൂടി പരാതിയുമായി വന്നു. പീഡനവിവരം മറച്ചുവെച്ച അധ്യാപകരെ അന്വേഷണ സംഘം പ്രതി ചേർക്കും. പഴുതടച്ച അന്വേഷണം ഉണ്ടാകുമെന്നാണ് CWC ജില്ലാ ചെയർമാൻ M. സേതുമാധവൻ 24-നോട് പറഞ്ഞത്. കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച വനിതാ പോലീസ് സംഘത്തിന് മുമ്പാകെയാണ് കുട്ടികളുടെ തുറന്നുപറച്ചിൽ. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിൽ പലപ്പോഴായി പീഡിപ്പിച്ചു. നേരത്തെ 5 കുട്ടികളും സമാനമായി CWCക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് CWC പാലക്കാട് ജില്ലാ ചെയർമാൻ സേതുമാധവൻ 24-നോട് പറഞ്ഞു. ഇതേ അധ്യാപകനെതിരെ
വളരെ ഗൗരവ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ഈ 5 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഉടനടി അത് ഇന്നലെ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് അതിൽ FIR ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതുതായി മൊഴി നൽകിയ വിദ്യാർത്ഥികളെ CWCയുടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാതിരുന്ന സ്കൂളിലെ അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കും. 6 വർഷം മുമ്പാണ് പ്രതി സ്കൂളിലെത്തിയത്. അന്നു മുതലുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 പാലക്കാട്. മുക്കുപണ്ടം പണയം വെച്ച് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് വാർത്ത. നെടുമങ്ങാട് മുക്കുപണ്ടം പണയം വെച്ച് 69 ലക്ഷം രൂപയാണ് കവർന്നത്. വാളിക്കോട്ടെ ഫൈനാൻസ് സ്ഥാപനത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത്. തട്ടിപ്പ് നടത്തിയ 2 പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ചുള്ളിമാനൂർ സ്വദേശി അജ്മൽ, പല്ലിമുക്ക് സ്വദേശി അൻസിന എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. പല ദിവസങ്ങളിലായി 129 വ്യാജ സ്വർണ്ണവളകളാണ് ഇവർ പണയം വെച്ചത്. വളകളുടെ മുകളിൽ സ്വർണം പൂശിയായിരുന്നു തട്ടിപ്പ് അരങ്ങേറിയത്. തട്ടിപ്പ് നാനാവിധം. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടുവെന്ന വിവാദ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ കൊച്ചി മേയർ VK മിനിമോൾ തനിക്ക് എല്ലാവരുടെയും പിന്തുണ കിട്ടിയെന്നും വൈകാരികമായി പറഞ്ഞു പോയതാണെന്നും VK മിനിമോൾ പറഞ്ഞു. ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ അഭിപ്രായം. കൊച്ചി മേയറായി VK മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി. കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിലെ ഈ വാക്കുകളിൽ നിന്നാണ് മേയർ VK മിനിമോളുടെ മലക്കം മറിച്ചിൽ. മേയർ പദവി തനിക്ക് ലഭിക്കുന്നതിനായി പിതാക്കന്മാർ സംസാരിച്ചുവെന്നും അർഹതയ്ക്കപ്പുറം തനിക്ക് സമ്മാനിച്ചുവെന്നും രാവിലെ പറഞ്ഞ മിനിമോൾ വൈകിട്ട് അത് മാറ്റി. തനിക്കായി എല്ലാവരും സംസാരിച്ചുവെന്നും രാവിലെ നടന്നത് വൈകാരിക പ്രകടനം മാത്രമായിരുന്നുവെന്നും VK മിനിമോൾ. ലത്തീൻ സമുദായം മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരടക്കമുള്ള എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നിട്ടും എന്നെ ആ വേദിയിലേക്ക് ക്ഷണിച്ചതിലും അതിൻ്റെ ഒരു ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അതിവൈകാരികമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രം. അതേസമയം VK മിനിമോളുടെ പ്രതികരണത്തിന് പിന്നാലെ ഒളിയമ്പുമായി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ദീപ്തി മേരി വർഗീസ്. എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് നയം. അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കൊച്ചി മേയറായി VK മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സഭയും അവരെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ടാവും. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നീ പേരുകളാണ് ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിൽ നിന്ന് വേണമെന്ന് ആവശ്യമുയർന്നതോടെ ചർച്ച VK മിനിമോളിലും ഷൈനി മാത്യുവിലും ഒതുങ്ങി. KPCCയുടെ മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടു എന്ന ദീപ്തിയുടെ പരാതി നേതൃത്വത്തിന് മുന്നിലുള്ളപ്പോഴാണ് മേയർ പദവിക്കായി സഭ ഇടപെട്ടു എന്ന VK മിനിമോളുടെ പരസ്യ പ്രതികരണം വന്നത്. 24 കൊച്ചി.